അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാൻ ആക്രമിച്ചതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കടുക്കുകയാണ്. കനത്ത ആക്രമണങ്ങളുമായി ഇരുവിഭാഗവും പോരടിക്കുമ്പോൾ കൂടുതൽ ലോകരാജ്യങ്ങളും ഇരുഭാഗത്തുമായി അണിനിരക്കുകയുമാണ്. ബ്രിട്ടനും ജർമ്മനിയും അമേരിക്കൻ ആക്രമണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഇറാന്റെ പക്ഷത്താണ് ചൈന നിലയുറപ്പിച്ചത്. ഇതിനിടെ തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായ ഇറാനു വേണ്ടിയുള്ള വാദം ശക്തമാക്കി റഷ്യയും രംഗത്തുണ്ട്. ഇതോടെ ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയായി തിരിയുമ്പോൾ കൂടുതൽ അപകടത്തിലേക്കാകുമോ കാര്യങ്ങൾ നീങ്ങുക എന്ന ആശങ്ക ഒരു വശത്ത് ശക്തവുമാണ്. മേഖലയിലെ സമാധാന ചർച്ചകൾ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിലൂടെ നയതന്ത്ര ശ്രമങ്ങൾ മനഃപൂർവ്വം തകർത്തതെന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രി വരെ ആരോപിച്ചത്. മേഖലയെ തിരിച്ചുപിടിക്കാനാവാത്ത വിധം ഒരു വലിയ യുദ്ധത്തിലേക്ക് അമേരിക്ക തള്ളിവിട്ടതായും ചൈന കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം ഈ സംഘർഷങ്ങൾക്ക് ചൈനയ്ക്കൊരു പ്രധാന പങ്കുണ്ട് എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എന്താണ് ആ വ്യത്യസ്ത നിരീക്ഷണം? നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ അമ്മു. അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള യഥാർത്ഥ കാരണം ചൈനയാണ് എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ചൈനയുടെ കുൻലുൻ ബാങ്കാണ് യുദ്ധത്തിന്റെ കാതലായ കാരണമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുക മാത്രമല്ല ചൈന ചെയ്തിരുന്നത്, മറിച്ച് $ഡോളറിനെ മറികടക്കുന്ന ഒരു സാമ്പത്തിക സംവിധാനം അവർ നിശബ്ദമായി നിർമ്മിക്കുകയായിരുന്നു. ഇപ്പോൾ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും എണ്ണവില ബാരലിന് $70 കുതിക്കുകയും ചെയ്യുമ്പോൾ ആ സംവിധാനം വീണ്ടും ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് വന്നിരിക്കുകയുമാണ്. ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ അതായത് CNPC നിയന്ത്രിക്കുന്ന ഒരു ചെറിയ വാണിജ്യ വായ്പാ ദാതാവാണ് കുൻലുൻ. ഉപരോധങ്ങൾ ഇറാന്റെ ഡോളറിലേക്കുള്ള പ്രവേശനം ഞെരുക്കിയപ്പോൾ ചൈന ഇറാൻ എണ്ണ വ്യാപാരത്തിനുള്ള സാമ്പത്തിക പിന്തുണ നൽകിയത് കുൻലുനാണ്. പ്രതിമാസം ഏകദേശം $1.5 ബില്യൺ ചൈന ഇറാനിയൻ എണ്ണ വാങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഡോളറിലല്ല, മറിച്ച് ചൈനീസ് കറൻസിയായ യുവാനിലായിരുന്നു ഇടപാട് നടന്നിരുന്നത്. ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി 0 എന്നാണ് ചൈനീസ് ഔദ്യോഗിക കസ്റ്റംസ് ഡേറ്റകൾ കാണിച്ചത്. പകരം മലേഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി മലേഷ്യയുടെ മൊത്തം എണ്ണ ഉൽപാദനത്തെക്കാൾ വർദ്ധിച്ചു. മലേഷ്യൻ എണ്ണയെന്ന് വ്യാജമായി രേഖപ്പെടുത്തി ഇറാനിയൻ എണ്ണ ചൈനയിലേക്ക് കടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഇടപാടിന്റെ പണം എത്തിയിരുന്നത് കുൻലുനിലെ യുവാൻ അക്കൗണ്ടുകളിലാണ്. ഉപരോധങ്ങൾ കാരണം ഡോളറിലേക്ക് മാറാൻ സാധിക്കാതെ ഇരുന്നതിനാൽ ഇറാന് ആ ഫണ്ടുകൾ ചൈനയ്ക്കുള്ളിൽ മാത്രമേ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. യന്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപഭോക്തൃ വസ്തുക്കൾ എന്നിവയ്ക്കായാണ് ഇറാൻ ചൈനയിൽ ഈ പണം ചെലവാക്കിയിരുന്നത്. ഇറാന് യുവാൻ ലഭിക്കുന്നു, എന്നാൽ അത് ചൈനയിൽ മാത്രമേ ചെലവഴിക്കാൻ സാധിക്കൂ. ഇറാൻ ഇത് ചൈനീസ് യന്ത്രങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നു. തുടർന്ന് ആ പണം വീണ്ടും ചൈനയുടെ പക്കലെത്തുന്നു. ഈ പണം ഒരിക്കലും ഡോളറിലേക്ക് തിരികെ പോകില്ല. ഇറാനിയൻ ബാങ്കുകളുമായി ഇടപാടുകൾ നടത്തിയതിന് 2012 ട്രഷറി ബാങ്ക് കുൻലുവിന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ കുൻലുൻ ഇതിനകം തന്നെ പല പാശ്ചാത്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇടപാടുകളിൽ നിന്ന് അകന്നു പോയിരുന്നു. അതിനാൽ ഉയർന്ന അപകട സാധ്യതയുള്ള ഇടപാടുകൾക്കായി മാത്രമാണ് ചൈന കുൻലുൻ ഉപയോഗിച്ചിരുന്നത്. ഇറാൻ എണ്ണയുടെ 90% കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ്. പ്രതിദിനം ഏകദേശം 1.3 ദശലക്ഷം ബാരൽ കയറ്റുമതി ചെയ്യുന്നു. ബാരലിന് $10 കിഴിവ് നൽകിയാണ് ഇടപാട്. ഉപരോധത്തിൽ ഇറാനിയൻ ബാങ്കുകൾ ഞെരുങ്ങിയതോടെ ചൈന ചെലവാക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗവും ചൈനയിൽ തന്നെ മടങ്ങി എത്തുകയും ചെയ്തു. ഉപരോധങ്ങളുടെ മഴയിൽ ഇറാനെ ഒറ്റപ്പെടുത്താമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾ ചൈനയുടെ ഈ സാമ്പത്തിക സഹകരണത്തിന് മുന്നിൽ ശോഭ കെട്ടുപോയി എന്നത് സത്യമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഡോളറിന്റെ സഹായമില്ലാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയുമായി വ്യാപാരം തുടരാൻ കഴിയുന്നത് ഇറാന്റെ വിജയമായി തന്നെ മാറുകയും ചെയ്തു. ഇത് അമേരിക്കയുടെ ഉറക്കം കെടുത്തിയത് ചെറുതായിട്ടൊന്നുമല്ല, അത് വാസ്തവവുമാണ്. എന്തായാലും ഇപ്പോൾ ഇറാന് മേലുള്ള അമേരിക്കൻ തീരുമാനങ്ങൾക്ക് ഇതും ഒരു കാരണമാകാം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാനും സാധിക്കില്ല. ഇറാനെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന പ്രധാന ശക്തികളിൽ ഒന്നാണെങ്കിലും ഇറാനുമായുള്ള ബന്ധം രാഷ്ട്രീയവും ധാർമ്മികവുമായ പിന്തുണയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ചൈന വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാനിലേക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചും രംഗത്തെത്തിയിരുന്നു. എന്തായാലും ലോകത്തെ വൻ സാമ്പത്തിക ശക്തികൾ തമ്മിൽ നടത്തുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പക തീർക്കലിന്റെയും സാമ്പത്തിക യുദ്ധത്തിന്റെയും അനന്തരഫലങ്ങളിൽ ഒന്ന് തന്നെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറയേണ്ടി വരും.